അടുത്ത് വളരെ കാര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു കുട്ടിയെ കാണാതെ പോയിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കണ്ണൂർ ചൊക്ലിയിൽ നിന്നും കാണാതെ പോയ ശിവസൂര്യ വാരണാസിയിൽ നടത്തിയ തിരച്ചിലിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശിവസൂര്യ വാരണാസിയിൽ എത്തിയതിന്റെ സൂചനകൾ പോലീസിന് ലഭിച്ചില്ല. പോലീസ് CCTV ക്യാമറകൾ പരിശോധിച്ചു. UP പോലീസിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ശിവസൂര്യ കാണാതായിട്ട് ഈ 20 ദിവസം പിന്നിടുകയാണ്. നിഖിൽ വിവരങ്ങൾ മറ്റൊരു നിഖിൽ, ഗുഡ് മോർണിംഗ് നിഖിൽ. ഈ പറഞ്ഞ പോലെ തന്നെ 10-20 ദിവസമായി ശിവസൂര്യയെ കാണാതെ പോയിട്ട് വീട്ടുകാർക്ക് കടുത്ത ആശങ്കയുണ്ട്. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയ കുട്ടിയാണ്. പക്ഷേ നിലവിലിപ്പോൾ പോലീസ് പറയുന്ന കാര്യം എന്താ? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ശിവസൂര്യ കാണാമറയത്തായിട്ട് ഇതിപ്പോൾ 20ാമത്തെ ദിവസമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ പോലീസ് നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഈ മൊബൈൽ ഫോൺ വീട്ടിൽ വാങ്ങിവെച്ചതിനെ തുടർന്ന് പിണങ്ങി വീട് വിട്ടിറങ്ങിയതായിരുന്നു. ശിവസൂര്യ പോകുമ്പോൾ വീട്ടിലൊരു കത്ത് എഴുതി വെച്ചിരുന്നു, ഞാൻ കാശിക്ക് പോകുന്നു, ഇനി എന്നെ അന്വേഷിക്കേണ്ടതില്ല എന്ന തരത്തിൽ. പോലീസ് ആദ്യഘട്ടത്തിൽ ഇത് കാര്യമായി എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ ജില്ലയോട് ചേർന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന ടൗണുകൾ മൈസൂരു, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലും ഒക്കെയായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് ഈ കത്ത് കൂടി മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം വാരണാസിയിലെത്തി പരിശോധനകൾ നടത്തി തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ UP പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്വേഷണം നടത്തിയത്. നിരവധി ക്യാമറകൾ, CCTV ക്യാമറകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ അവിടെ പരിശോധിച്ചു. എന്നാൽ ശിവസൂര്യ അവിടെ എത്തിയതായിട്ടുള്ള ഒരു സൂചനയും ഈ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ശിവസൂര്യ വാരണാസിയിലേക്കും എത്തിയിട്ടില്ല എങ്കിൽ ഈ 20 ദിവസമായി അവൻ എവിടെയാണ് എന്ന ചോദ്യം ബാക്കിയാണ്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഒക്കെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ പോലും ഒരു വിവരവും ഈ 20ാം ദിവസവും കിട്ടുന്നില്ല എന്നുള്ളത് കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഓക്കെ, നിശ്ചയമായിട്ടും നിഖിൽ പറഞ്ഞ പോലെ തന്നെ 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാൻ കാശിക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത്. വീട്ടുകാർ അന്ന് മുതലേ ആധിയിലാണ്. പോലീസിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്.